ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4 കാര്യങ്ങൾ നാം ഒഴിവാക്കിയാൽ 4 കാര്യങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കും. ഏതൊക്കെയാണത്? 1. ഉത്റുഖ് ഫുളൂലൻ നളർ, അനാവശ്യ നോട്ടങ്ങൾ ഒഴിവാക്കുക. നിഷിദ്ധമായ ഇടങ്ങളിലേക്ക്, നിഷിദ്ധമായ ഭാഗങ്ങളിലേക്ക്, അന്യ സ്ത്രീകളിലേക്ക് ഈ അനാവശ്യ നോട്ടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തുവഫഖ് ലിൽ ഖുശൂ, നിനക്ക് ഭക്തി ലഭിക്കും. നിനക്ക് ഭക്തി ഉണ്ടാക്കൽ, ഭക്തിക്ക് തൗഫീക്ക് നൽകപ്പെടും. പ്രത്യേക നിസ്കാരത്തിലെ ഭക്തി, അല്ലാഹു അക്ബർ ചൊല്ലലോട് കൂടെ പല ഫോട്ടോസും മനസ്സിക്ക് വരാൻ. എന്താ കാരണം? പലരെയും നോക്കി പലതും കണ്ടു. നേരെ മറിച്ചോ അനാവശ്യങ്ങളിലേക്ക് നോക്കാത്ത ആളാണെങ്കിൽ ആ ചിന്ത വരില്ലല്ലോ. അപ്പം നിസ്കരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഭക്തി കിട്ടണോ? എന്നാൽ അനാവശ്യ നോട്ടങ്ങളൊക്കെ നാം ത്യജിക്കണം. 2. വത്രുഖ് ഫുളൂലൽ കലാം, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. എന്നാൽ തുവഫഖ് ലിൽ ഹിക്മ, അനാവശ്യം ഒഴിവാക്കിയാൽ പിന്നെ എന്താ ഉണ്ടാകുക? ആവശ്യമുള്ള സംസാരം, നല്ല ശരിയായ അറിവ്, സ്വവാബായ ശരിയുള്ള അറിവ് നാം സംസാരിക്കാൻ തുടങ്ങും. കാരണം അനാവശ്യം പറയില്ലല്ലോ, പിന്നെ ആവശ്യമുള്ളതേ സംസാരിക്കുള്ളൂ. ഹിക്മത്തിന് പല തഫ്സീറുണ്ട്. ഇൽമുൻ നാഫിയാണ്, ശരിയായ അറിവ് എന്നൊക്കെ മാനുണ്ട്. അപ്പം ശരിയായ സംസാരം, സത്യമായ വാക്കേ പിന്നെ നമ്മൾ പറയുള്ളൂ. അനാവശ്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ വത്രുഖ് ഫുളൂലത് തുആം, അനാവശ്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവശ്യമുള്ള ഭക്ഷണം മാത്രം, ഇതിങ്ങനെ തിന്ന്. എന്നാൽ തുവഫഖലിൽ ഇബാദ, ഇബാദത്തിന് തൗഫീക്ക് നൽകപ്പെടും. ഇതൊന്നായിട്ട് തിന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാനോ ഇബാദത്തിക്കാൻ തോന്നുന്നില്ല, പിന്നെ മയക്കായിരിക്കും. ചില പാമ്പുകളല്ലോ മയങ്ങിക്കിടക്കും, എന്താ തീറ്റ ഏറിയിട്ടാണത്. അതേപോലെ നമുക്ക് എപ്പോഴും മയക്കാണ്. പിന്നെ 4. വത്രുക്കി തജസ്സുസ് അലാ ഉയൂബിൻ നാസ്, ജനങ്ങൾക്കുള്ള വൈകല്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണ്ട, അതൊഴിവാക്കുക. എന്നാൽ തുവഫഖ് ലിൽ ഇത്തിലാഇ അലാ ഉയൂബിക, നിനക്കുള്ള വൈകല്യങ്ങൾ, നിന്റെ പോരായ്മകൾ എനിക്ക് മനസ്സിലാവും. ഇത് നമ്മളെ കണ്ണിൽ ഒരു പനംകുറ്റി ഉണ്ടായാലും അത് കാണൂല, പിന്നെ അപരൻ്റെ കണ്ണിലുള്ള ചെറിയ ചെറിയ കുറുമ്പ് നമ്മൾ കാണും.